ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ അതൊക്കെ പോയി വാങ്ങേണ്ടത്. കള്ളം പറയുന്ന ഒരാളുടെ കൂടെ എങ്ങോട്ടും വരെ എന്നെ കൊണ്ട് പറ്റില്ല. എടോ, ഞാൻ എല്ലാം തന്നോട് പറയാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. പാവം അമ്മാവൻ ഇവിടെ കൊണ്ടുവന്ന് അച്ഛന്റെ കയ്യിന്ന് ഈ രാത്രി ഇയാൾക്കൊരു തല്ല് വാങ്ങിച്ചു കൊടുത്തപ്പോ നിനക്ക് സമാധാനമായല്ലോ. നീ ചെയ്യുന്നതെല്ലാം നിന്റെ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയാണെന്നല്ലേ നീ പറയുന്നത്? പക്ഷേ ഇതുവരെ ആ കർമ്മം നടത്താൻ നിനക്ക് സാധിച്ചോ? ഒരു പിടി ചാരമായിട്ട് മാറിയിട്ടെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ? ആദ്യം നീ അത് ഒഴുക്കി അച്ഛന്റെ ആത്മാവിന് ശാന്തി കൊടുക്ക്. എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്ക്. അന്ന് നിന്നെ ഞങ്ങൾ അംഗീകരിക്കും. നടത്തുവടി. എന്റെ അച്ഛന്റെ കർമ്മങ്ങൾ ഞാൻ നടത്തും. നിന്നെ ആ കർമ്മത്തിന് ഞാൻ സാക്ഷിയാക്കുകയും ചെയ്യും. നമുക്ക് കാണാം. ഓ, കാണാം. മൂർത്തി, ഒരു മിനിറ്റ്. എന്നെക്കൊണ്ട് അതിന് സാധിച്ചില്ല. സാരമില്ല, അതിന് നമുക്ക് വേറെ വഴിയുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി ധനുഷ് ഇത്രയും വലിയ റിസ്ക് എടുത്തല്ലോ, അത് മതി. വാ. മോളെ ഉറങ്ങിയോ? ഇങ്ങോട്ട് വരുമ്പോ സ്വാമീസ് ഹോട്ടലിന് മുമ്പിലെത്തിയപ്പോ തന്റെ കാര്യം ഓർമ്മ വന്നു. തനിക്ക് അവിടുത്തെ മസാല ദോശ വലിയ ഇഷ്ടമാണല്ലോ. ഇത് തനിക്ക് വേണ്ടി വാങ്ങിയതാ. ഞാനിപ്പോ മസാല ദോശ ഒന്നും കഴിക്കാറില്ല. എന്നോടുള്ള ദേഷ്യം മസാല ദോശയോട് കാണിക്കണ്ട. മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പുറത്ത് വേറൊന്ന് കാണിക്കാൻ എനിക്കറിയില്ല. മനസ്സിലുള്ളത് തന്നെ എന്റെ മുഖത്തും കാണും. ആ, അതൊക്കെ പോട്ടെ. തനിക്കിഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട. പക്ഷേ നൂലുകെട്ടിന് മുന്നേ അരഞ്ഞോണം മാലയൊക്കെ വാങ്ങണ്ടേ? നമുക്കത് പോയി വാങ്ങണം. ഞാൻ വരുന്നില്ല, ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ അതൊക്കെ പോയി വാങ്ങേണ്ടത്. കള്ളം പറയുന്ന ഒരാളുടെ കൂടെ എങ്ങോട്ടും വരെ എന്നെ കൊണ്ട് പറ്റില്ല. എടോ, ഞാൻ എല്ലാം തന്നോട് പറയാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. അതുവരെ താൻ എന്നോട് പിണങ്ങരുത്. ശരി, ആഭരണങ്ങൾ ഞാൻ വാങ്ങിച്ചോളാം. പക്ഷേ വേറൊരു കാര്യത്തില് നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? നമ്മുടെ കുഞ്ഞിന് പേരിടണ്ടേ? അതോ നേരത്തെ നമ്മളൊരു പേര് തീരുമാനിച്ചിരുന്നല്ലോ, അതന്നെ മതിയോ?
അതോ ഇനി വേറെ പേര് വല്ലതും താൻ നോക്കി വെച്ചിട്ടുണ്ടോ? എന്റെ കുഞ്ഞിനിടാനുള്ള പേര് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അച്ഛനെ പേര് വിളിച്ചോളൂ. പെരുവണ്ണാപുരത്തപ്പന്റെ മുമ്പിൽ വെച്ച് ഞാൻ തന്റെ കഴുത്തിൽ നിന്ന് താലി ചാർത്തി കഴിയട്ടെ മോളെ. അതുവരെ ഉണ്ടാവും തന്റെ ഈ പിണക്കം. പിന്നെ അതൊക്കെ ഞാനങ്ങ് മാറ്റിയെടുത്തോളാം. നല്ല വേണം. പെട്ടെന്ന് കഴിച്ചു തീർക്കണം. എത്ര നാളായി സ്വാമീസ് ഹോട്ടലിലെ മസാല ദോശ കഴിച്ചിട്ട്. മൂർത്തി, നാളെ അച്ഛന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യണം. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. ചെയ്യാം മാഡം. ഉം. പൂജാരിയെ കണ്ട് ഇന്ന് തന്നെ വേണ്ടത് ചെയ്യാം. അയാളോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂർത്തി ചെയ്യേണ്ടത് മറ്റൊന്നാ. അർച്ചനയുടെ കാര്യമല്ലേ മാഡം ഉദ്ദേശിച്ചത്? അതെ. ആ ചടങ്ങിന് സാക്ഷിയായി അവൾ ഉണ്ടാവണം. നാളെയാണ് അവളുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ്.